1317 ആഗസ്റ്റ് 1 ബെൽജിയത്തിലെ ഹെർക്കൻ റോഡിലെ ഹസൽറ്റ്. അവിടുത്തെ വിശുദ്ധ വെർസൻ ദേവാലയ വികാരി ഒരു രോഗിക്ക് രോഗീലേപനം നൽകുന്നതിന് അയാളുടെ ഭവനത്തിലെത്തി. തൻ്റെ ബാഗ് മേശയിൽ വെച്ച് അദ്ദേഹം രോഗിയെ കുമ്പസാരിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഭവനത്തിലെ ഒരാൾ കൗതുകം തോന്നി ബാഗ് തുറന്ന് കുസ്തോതി പുറത്തെടുത്ത് അത് തുറന്നു നോക്കി. അതിനുള്ളിൽ തിരുവോസ്തിയാണെന്ന് കണ്ട് അയാൾ വേഗം തന്നെ കുസ്തോതി ബാഗിനുള്ളിൽ വെച്ച് അടച്ചു. തിരുവോസ്തി എടുക്കുന്നതിനായി കുസ്തോതി തുറന്ന വൈദികൻ കണ്ടത് രക്തക്കറ പുരണ്ട തിരുവോസ്തിയാണ്. പൊതിഞ്ഞു വെച്ച തുണിയോട് ആ തിരുവോസ്തി ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ഇത് കണ്ട് ഭയന്ന വൈദികൻ എന്തോ എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞ് രോഗിക്ക് ദിവ്യകാരുണ്യം കൊടുക്കാതെ അവിടെ നിന്നിറങ്ങി. തൻ്റെ സുഹൃത്തും വൈദികനുമായ ലൂമൻ്റെ നിർദ്ദേശപ്രകാരം തിരുവോസ്തി കുറച്ചകലെയുള്ള ഒരു ബെനഡിക്റ്റൈൻ ആശ്രമത്തിലെത്തിക്കുന്നതിനായി അദ്ദേഹം യാത്ര തിരിച്ചു. അങ്ങോട്ടുള്ള യാത്രയിൽ ഒരു വയലിലൂടെ പോകേണ്ടിയിരുന്നു. അവിടെ എത്തിയപ്പോൾ അവിടെ കാളകൾ നിലമുഴുതു മറിക്കുന്നു. ഈ പുരോഹിതനടുത്തെത്തിയ ഉടനെ കാളകൾ നിശ്ചലരായി മുൻകാലുകൾ മടക്കി തല കുമ്പിട്ട് നിന്നു. മൃഗങ്ങൾ ദിവ്യകാരുണ്യത്തെ വണങ്ങിയ ആ സ്ഥലത്തെ ജനങ്ങൾ സാക്രമെന്റ് ബർഗ് എന്ന് വിളിച്ചു. 1854 ഇവിടെ ഒരു ചാപ്പൽ നിർമ്മിച്ചു. 705 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ അത്ഭുത തിരുവോസ്തി അതുപോലെ തന്നെ ഇരിക്കുന്നു. തിരുവോസ്തിയുടെ മുമ്പിൽ മൃഗങ്ങൾ പോലും മുട്ടുമടക്കാൻ തിരുമനസ്സായ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, ഈ ലോകത്തിൽ സകല മനുഷ്യരും സർവ്വജീവജാലങ്ങളും അങ്ങേ തിരുമുമ്പിൽ മുട്ടുമടക്കാൻ അങ്ങ് തിരുമനസ്സാകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.